നമ്മൾ ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ y ഡബിൾ ഡാഷ് പ്ലസ് 2y പ്ലസ് 5y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കറിയാം 0 ആയതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. പിന്നെ ഇത് കണ്ടാൽ തന്നെ അറിയാം എന്താണ്, ലീനിയർ ആണ്, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. എങ്ങനെയായിരുന്നു, ആദ്യം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലോട്ട് മാറ്റണം. അപ്പോൾ നിങ്ങളോട് റൈറ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇത് എഴുതി കൊടുത്താൽ മതി. 2m പ്ലസ് 5 ഈക്വൽ ടു 0. എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക? അപ്പം y ഡബിൾ ഡാഷിന് എന്ത് കൊടുക്കുക, എം സ്ക്വയറും എടുക്കുക. ഇനി y ട്രിപ്പിൾ ഡാഷ് ഉണ്ടെങ്കിൽ എം ക്യൂബ് കൊടുക്കുക. y ഡാഷിന് എമ്മും വൈക്ക് എന്തും കൊടുക്കണം, 1ഉം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടും. ഇനി നമുക്കിതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കാമല്ലോ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ബേസിസ് എന്നും പറയും കേട്ടോ. അപ്പോൾ നിങ്ങളോട് ഫൈൻഡ് ദ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ആ റൂട്ട് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഇത് നമുക്കറിയാം, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, സോൾവ് ചെയ്യാൻ നമുക്കറിയാം. അപ്പോൾ നമുക്കറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്, -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2. എ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എം സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് അതെന്താണ്, 1 ആണ്. ഇനി ബി എന്ന് പറയുന്നത് എമ്മിൻ്റെ കോയിഫിഷ്യൻ്റ് 2, സി എന്ന് പറയുന്നത് ഇതാ കോൺസ്റ്റൻറ്റ്. അത് ഞാനിവിടെ ഇട്ട് കൊടുത്തപ്പം എനിക്ക് ലാസ്റ്റ് ഫൈനൽ 4 ന്ന് 20 കുറച്ചപ്പോൾ -16 കിട്ടി. അപ്പം നമുക്കറിയാം റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാക്കി എഴുതാം, ഈ മൈനസിന് പകരം അവിടെ ഐ ഇട്ട് കൊടുക്കാം. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സിലെ ഇമാജിനറി പാർട്ട്. അപ്പം ഇതെന്താണ്, ഇങ്ങനെ ഒരു ഇമാജിനറി പാർട്ട് വന്നു കഴിഞ്ഞാൽ അതെന്താണ്, റിയൽ അല്ല. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കേസ് പഠിച്ചപ്പം റിയൽ ആണെങ്കിൽ ഇന്ന സൊല്യൂഷൻ വരും, ഇനി കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ ഇന്ന സൊല്യൂഷൻ വരും. ഇങ്ങനെ ഐ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോംപ്ലക്സ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഐ വരണമെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടാകണം, മൈനസ് ഉണ്ടാകണം. അപ്പം എന്ത് ചെയ്താൽ മതി, -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് 16. ആ മൈനസ് പോക്കുമ്പോൾ എന്തിട്ട് കൊടുക്കുക, ഐ ഇട്ട് കൊടുക്കുക. ഇനിയോ റൂട്ട് 16 നമുക്കറിയാം എന്താണ്, -1 പ്ലസ് ഓർ മൈനസ് 4i ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഓക്കെ, ഇവിടെ ബിക്ക് പകരം ഞാൻ 1 ആയിരുന്നു ഇട്ടത്, ബി എന്ന് പറയുന്നത് 2 ആട്ടോ, 2 ഇട്ട് കൊടുക്കണേ. ഇനി നമുക്കിത് വെട്ടിപ്പോകാം അല്ലേ. ഇവിടെ നിങ്ങൾ നോക്ക്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, -2 പ്ലസ് ഓർ മൈനസ് 4നെ ഞാൻ 2 × 2 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 2. ഇപ്പം നമുക്ക് കോമൺ ആയിട്ട് ഈ രണ്ടിനെയും ഇവിടെയുള്ള രണ്ടിനെയും വെട്ടിപ്പോകാം. ബാക്കി ഇവിടെ എന്താ, 2 പോയി കഴിഞ്ഞാൽ പിന്നെ -1 പ്ലസ് ഓർ മൈനസ് 2i, അടിയിലുള്ള 2 വെട്ടിപ്പോയി അല്ലേ. ഓക്കെ, അപ്പം ഇനി ഇതെങ്ങനെയാണ് വരിക, ആദ്യം ഞാൻ പ്ലസ് കൊടുക്കുന്നു, -1 പ്ലസ് 2i, പിന്നെയോ മൈനസ് കൊടുക്കാം, -1 മൈനസ് 2i. ഇപ്പം നമുക്ക് 2 റൂട്ട് കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ആ 2 റൂട്ടിനെ m1 m2 എന്ന് വിളിച്ചു. നമുക്കറിയാം ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് 2 സൊല്യൂഷൻസ് അല്ലെങ്കിൽ 2 റൂട്ടേ ഉണ്ടാകുള്ളൂ. ഇതിനെയാണ് നമ്മൾ ബേസിസ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾ ഈ റൂട്ട് നോക്ക്. ഈ റൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, കോംപ്ലക്സ് ആണ് അല്ലേ. അപ്പോൾ അത് കോംപ്ലക്സും ആണ്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടാണ് അല്ലേ. ഇവിടെ മൈനസ് ആണ്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടാണ്. ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്സും വന്നില്ലേ. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ ഏതായിരുന്നു കേസ് യൂസ് ചെയ്യേണ്ടത്, കേസ് 3 നിങ്ങൾ നോക്കിക്കേ. 2 ഡിസ്റ്റിങ്ക്റ്റ് കോംപ്ലക്സ് റൂട്ട്സ്, അതായത് 2 ഡിഫറെൻറ്റ് കോംപ്ലക്സ് റൂട്ട്സ് വന്നു കഴിഞ്ഞാൽ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. y = e⁴ into c1 cos βx പ്ലസ് c2 sin βx. ഇനി എന്താണ് ആൽഫ ബീറ്റ? ഈ റൂട്ട് കിടക്കുന്ന ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫ പ്ലസ് ഐ ബീറ്റയാണ്. ഐൻ്റെ കൂടെ ഉള്ളത് എന്താണോ അതിനെ ബീറ്റ ആക്കി എടുക്കുക, ഇവിടെ ഉള്ളതിനെ നിങ്ങൾ എന്താക്കി എടുക്കുക, ആൽഫ ആക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ എന്താ വരുന്നത്, ആൽഫയ്ക്ക് പകരം ഇവിടെ വരുന്നത് എന്താണ്, -1. ഇനി ബീറ്റയ്ക്ക് പകരം എന്താ വരുന്നത്, 2. ഈ മൈനസിന് നിങ്ങൾ ബോധറേണ്ട, ഇവിടെ പ്ലസ് ഓർ മൈനസ് വരുന്നുണ്ട്. അപ്പോൾ ബീറ്റയ്ക്ക് പകരം അവിടെ എന്താണ്, 2 ആണ്. ഇനി ഇതിലിട്ട് കൊടുത്താൽ പോരെ, y = e⁴ ആൽഫ എന്ന് പറഞ്ഞാൽ -1 × x -x, c1 cos 2x പ്ലസ് c2 sin 2x.
ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് ഡി ക്യൂബ് വൈ ഡിവൈഡഡ് ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇത് നമുക്കറിയാം എന്താണ്, വൈ ട്രിപ്പിൾ ഡാഷ് ആണ്. ഇതെന്താണ്, വൈ ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതാം. എന്താ വരിക, എം ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പം ഇവിടെ 3 വന്നൂല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ട്രയൽ ചെയ്തിട്ട് ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രയൽ ചെയ്യാൻ ഞാനിപ്പോൾ 0 കൊടുത്ത്, നമുക്ക് റൂട്ട്സ് ആവണമെങ്കിൽ ഇതിൽ ഏത് നമ്പർ കൊടുക്കുന്നോ അപ്പം നമുക്ക് 0 കിട്ടണം. അപ്പോൾ ഞാനിപ്പം എമ്മിന് 0 കൊടുത്താൽ ഇത് 0ലോട്ട് പോകില്ല, എമ്മിന് 1 കൊടുത്താലും 0ലോട്ട് പോകില്ല. ഞാൻ എമ്മിനൊന്ന് -1 കൊടുക്കാം. -1 കൊടുക്കുമ്പോൾ എന്താ വരിക, -1 ക്യൂബ് പ്ലസ് 1, ദാറ്റ് ഈസ് -1ൻ്റെ ക്യൂബ് -1 തന്നെ, -1 പ്ലസ് 1 എന്താണ് 0. അപ്പം എം ഈക്വൽ ടു -1 എന്താണ്, ഒരു റൂട്ടാണ്. അപ്പം ഇതിനെ ഫാക്ടർ ആക്കിയിട്ട് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം, ഈ -1നെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി, m പ്ലസ് 1 ഈക്വൽ ടു 0. ഇനി നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു, ഈ m പ്ലസ് 1നെ ഇതിനെ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് അടുത്ത റൂട്ട്സ് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ ഹരിക്കണം, എം ക്യൂബ് പ്ലസ് 1നെ എന്തും കൊണ്ട് ഹരിക്കണം, എം പ്ലസ് 1 കൊണ്ട് ഹരിക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവിടെ കുറേ ടേം മിസ്സല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഡിഗ്രി 3 വരുന്ന ഒരു ഇക്വേഷൻ്റെ ഫോമാറ്റ് എന്ന് പറയുമ്പം ഇപ്പം എം ക്യൂബ് പ്ലസ് എം സ്ക്വയർ പ്ലസ് എം പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് ടേം ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ നോക്കുക, നമുക്ക് ഇക്വേഷനിൽ എം സ്ക്വയറും എമ്മും മിസ്സിങ് ആണ് അല്ലേ, ബാക്കിയുള്ള ടേംസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹരിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഇക്വേഷനിൽ എം ക്യൂബ് ഉണ്ട്, എം സ്ക്വയറിൻ്റെ ടേം ഉണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ 0 ഇട്ട് കൊടുക്കുക. എമ്മിൻ്റെ ടേം ഉണ്ടോ, അവിടെ 0 ഇട്ട് കൊടുക്കുക. പിന്നെ ഉള്ളത് 1. ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ട് ഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ട് ഹരിക്കുന്നത്. ഇനി എനിക്ക് എം ക്യൂബ് കിട്ടണം അല്ലേ. എം ക്യൂബ് കിട്ടണമെങ്കിൽ ഈ എമ്മിനോട് എന്ത് ഗുണിച്ചാൽ മതി, എം സ്ക്വയർ ഗുണിച്ചാൽ മതി. അപ്പോൾ എം സ്ക്വയർ ഇൻറ്റു എം എന്താണ്, എം ക്യൂബ്. ഇനി എം സ്ക്വയർ ഇൻറ്റു 1 എന്താണ്, എം സ്ക്വയർ. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ എം സ്ക്വയറിൻ്റെ ടേം 0 ആയിപ്പോയായിരുന്നു അല്ലേ, ഇതിൽ എം സ്ക്വയർ ഇല്ല, അപ്പോൾ അത് 0 എം ക്യൂബിൽ നിന്ന് എം ക്യൂബ് പോയ 0. 0യിൽ നിന്നും എം സ്ക്വയർ കുറച്ചാൽ എന്താ വരിക, 0യിൽ നിന്ന് എം സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ -m സ്ക്വയർ. ഇതിപ്പം ഇങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുക, ഇതിപ്പം ഞാൻ 0 എഴുതിയില്ല എങ്കിൽ ഈ എം സ്ക്വയർ വരുമ്പോൾ നിങ്ങൾ എന്തിൽ നിന്നും കുറയ്ക്കും, നിങ്ങൾ നേരെ പോയിട്ട് 1ൽ നിന്നും കുറയ്ക്കും. ഒരിക്കലും അങ്ങനെ കുറയ്ക്കരുത്. എം ക്യൂബ് കുറയ്ക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ക്യൂബ് വരുന്നതിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. എം സ്ക്വയർ കുറയ്ക്കുന്നുണ്ടെങ്കിൽ സ്ക്വയർ വരുന്നതിൽ നിന്ന് മാത്രമേ കുറയ്ക്കാൻ പാടുള്ളൂ. അതുപോലെ എം വരുന്നതിൽ നിന്ന് മാത്രം കുറയ്ക്കുക, കോൺസ്റ്റൻറ്റ് ടേംസ് തമ്മിൽ അത് മാത്രം കുറയ്ക്കുക. അപ്പം ഇവിടെ എം സ്ക്വയറിന് പകരം 0 എം സ്ക്വയർ ഇല്ലാത്തത് കൊണ്ട്, അപ്പോൾ 0യിൽ നിന്നും കുറയ്ക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് -m സ്ക്വയർ കിട്ടണം. -m സ്ക്വയർ കിട്ടണമെങ്കിൽ -m ഇൻറ്റു എം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, -m സ്ക്വയർ കിട്ടും. അല്ല, ഇവിടെ ബാക്കിയുള്ള ടേം താഴോട്ട് എടുത്ത് എഴുതാം കേട്ടോ. -m ഇൻറ്റു 1 എന്താണ്, -m. ഇനി നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്, ഈ -m സ്ക്വയറിൽ നിന്നും നമ്മൾ ഹരിക്കുമ്പോൾ മേലെയുള്ള ഇതിൽ നിന്നും താഴെയുള്ളത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ -m സ്ക്വയറിൽ നിന്നും എന്താ കുറയ്ക്കുന്നത്, താഴെയുള്ള -m സ്ക്വയർ, അതായത് -m സ്ക്വയർ പ്ലസ് m സ്ക്വയർ എന്താണ്, 0. ഇനി എന്താ ചെയ്യുന്നത്, 0യിൽ നിന്നും എന്താ കുറയ്ക്കുന്നത്, -m. അപ്പോൾ അതെന്തായിപ്പോയി, പ്ലസ്. ഈ 2 മൈനസും കൂടി ചേർന്ന് +m പ്ലസ് m പ്ലസ് 1. ഇനിയോ m കിട്ടണമെങ്കിൽ എന്ത് ഗുണിച്ചാൽ മതി, 1 ഗുണിച്ചാൽ മതി അല്ലേ. 1 ഇൻറ്റു m എന്താണ്, m ആണ്. 1 ഇൻറ്റു 1 എന്താണ്, 1. അപ്പോൾ എമ്മിൽ നിന്ന് m പോയ 0, 1ൽ നിന്ന് 1 പോയ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതാ. ഇനി നമുക്ക് 0 എഴുതണ്ട, എം ക്യൂബ് പ്ലസ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, m പ്ലസ് 1 ഇൻറ്റു എം സ്ക്വയർ മൈനസ് എം പ്ലസ് 1. നമുക്കറിയാം ഹരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള സാധനം ഇത് രണ്ടും കൂടി ഗുണിച്ചാൽ നമുക്ക് കിട്ടണം അല്ലേ. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 ആണെങ്കിലും. ഇനി ഇതാ ഒരു റൂട്ട് നമുക്കറിയാം m ഈക്വൽ ടു -1 ആണെന്ന് അല്ലേ. രണ്ടാമത്തെയും മൂന്നാമത്തെയും കണ്ടുപിടിക്കണമെങ്കിൽ ഇത് സോൾവ് ചെയ്താൽ പോരെ, m സ്ക്വയർ മൈനസ് എം പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സ്ക്വയറിൻ്റെ കൂടെ ഉള്ളത്, ബി എന്ന് പറയുന്നത് എമ്മിൻ്റെ കൂടെ ഉള്ളത്, എമ്മിൻ്റെ കൂടെ എന്താ ഉള്ളത്, -1. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റ്. ഞാൻ ഓരോന്നിനും ഇട്ട് കൊടുത്തു.
ഇവിടെ നമുക്ക് 1 - 4 എന്ന് പറഞ്ഞ് റൂട്ടിൻ്റെ ഉള്ളിൽ എന്ത് വരും? -3 വരും. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ആ മൈനസിന് പകരം അവിടെ എന്താക്കി കൊടുക്കുക? i ആക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1 ± √3/2 അല്ലേ? ഇതിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? നമുക്കറിയാം ഇപ്പം ഒരു 1 + 5/2 എങ്ങനെ എഴുതാം? 1/2 + 5/2 എന്ന് എഴുതാം അല്ലേ? അതേപോലെ നമുക്ക് ഇതിനെ ഈ നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ആക്കിയാൽ എന്താ വരിക? 1 ± അല്ല 1/2 ± √3/2 എന്ന് എഴുതാം. ഞാൻ ഈ നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ആക്കി. ഇനിയും നമുക്ക് ഈ പ്ലസ് ഓർ മൈനസ് ഡിഫറെൻ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 1/2 + √3/2i 1/2 - √3/2i. അപ്പോൾ നമുക്കുള്ള ബാക്കി 2 റൂട്ട്സ് കിട്ടിയല്ലോ, m2 m3. ഇനി നമുക്കറിയാം ആദ്യം കിട്ടിയ റൂട്ട് എന്താണ്? m1 = -1. ഇതെന്താണ്? റിയൽ റൂട്ടാണ് അല്ലേ? അപ്പം റിയൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? y of x = c1e⁻m1x ആണ് അല്ലേ? ഇത് റിയൽ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലേതാ, ഇവിടെ നിങ്ങൾ നോക്ക്, കേസ് 1 എന്ന് പറയുന്നത് ഇതാ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് ഇവിടെ ഇപ്പോൾ 2 എണ്ണം വരുന്നതാണ് പറയുന്നത്. റിയലും ഡിസ്റ്റിങ്ക്റ്റും ആണെങ്കിൽ, അപ്പം ഒരെണ്ണമാണെങ്കിൽ റിയൽ ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെ കിട്ടും നമുക്ക്. അതാണ് ഇവിടെ നമ്മൾ എഴുതി വെച്ചത് കേട്ടോ. 2 എണ്ണം വരുമ്പോഴാണ് ഇങ്ങനെ വരിക. ഇനി അടുത്തത് എന്താ? ഇവിടെ നിങ്ങൾ നോക്ക്, ഇത് രണ്ടും എന്ത് റൂട്ടാണ്? കോംപ്ലക്സ് റൂട്ടാണ്. ഐ വരുന്നില്ല, ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കോംപ്ലക്സ് റൂട്ടായത്. അപ്പം രണ്ടും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ടാണ് അല്ലേ? ഇവിടെ നിങ്ങൾ നോക്ക്, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് റൂട്ടാണെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ വരും? ഇതാ ഇത് വരും. അപ്പം ഇപ്പം നമ്മൾ എഴുതി ഇതിനോട് ആ സൊല്യൂഷൻ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. e⁻⁴x × c1 cos βx + c2 sin βx. That is equal to c1 m1 എന്തായിരുന്നു? -1 × x -x പ്ലസ് e⁻⁴x. ആൽഫ എന്ന് പറയുന്നത് ഇതാ ഇവിടെയുള്ള നമ്പർ ആയിരിക്കും. അപ്പം 1/2x ഇൻറ്റു c1 cos βx. ബീറ്റ എന്ന് പറയുന്നത് ഐൻ്റെ കൂടെ ഉള്ളത്. അപ്പം √3/2x പ്ലസ് c2 sin βx √3/2x. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. d⁴ / dx⁴ പ്ലസ് 8d² y /dx² പ്ലസ് 16y = 0. ഇവിടെ 4 ആണ്. അപ്പോൾ ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ടാവും? എത്ര ബേസിസ് വരും? 4 ബേസിസ് ഉണ്ടാകും. അപ്പോൾ 4 എണ്ണവും കണ്ടുപിടിക്കണം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y⁴ ആണല്ലേ? അപ്പോൾ ഇവിടെ 4 എണ്ണം വരും. പ്ലസ് 8, അതിൻ്റെ മുകളിൽ എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണം. വൈക്ക് പകരം എന്തായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത്? 16y = 0. ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിക്കൂടെ? ഇവിടെ 4 ആയതുകൊണ്ട് m⁴ പ്ലസ് ഇവിടെ 2 ആയതുകൊണ്ട് m². വൈക്ക് നമ്മൾ 1 ആയിരുന്നു കൊടുത്തത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? റൂട്ട്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പം നമുക്ക് 4 റൂട്ട്സ് ഇവിടെ വരും. ഇനി റൂട്ട്സ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇതെന്ന് പറയുന്നത് എന്തോ ഒരു സംഭവത്തിൻ്റെ എക്സ്പാൻഷനാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? നിങ്ങൾ m² + 4 ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ലോജിക്കലി നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണം. m² + 4 ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. നമുക്കറിയാം a + b² എന്താണ്? a² + 2ab + b² ആണല്ലേ? ഞാൻ m² ആണ് a എന്ന് പറയുന്നത്. അപ്പോൾ a² എന്താ വരിക? m² പ്ലസ് 2ab 2 × a എന്താണ്? m², b എന്താണ്? 4 പ്ലസ് b². b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ 4 × സ്ക്വയർ. ഇനി m² എന്താ? ഈ 2 ഗുണിക്കുക. m⁴ ഇതെന്ത് വരും? 2 × 4 8m² പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതേ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ഇതിന് പകരം എന്ത് കൊടുക്കാം? ഇത് കൊടുക്കാം. അപ്പം m² + 4² = 0 എന്ന് കിട്ടി. ഇനി ഈ സ്ക്വയർ പോക്കണമെങ്കിൽ ഇപ്പുറത്തുള്ളതിന് 0 ഇട്ട് കൊടുത്താൽ പോരെ? റൂട്ട് ഇട്ട് കൊടുത്താൽ പോരെ? m² + 4 = √0. നമുക്കറിയാം ദാ x² 2 ആണെങ്കിൽ x എന്താ വരിക? പ്ലസ് ഓർ മൈനസ് ഇട്ട് കൊടുക്കണം, അപ്പുറത്തൊരു റൂട്ട് ഇട്ട് കൊടുക്കണം അല്ലേ? ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് മൊത്തം എന്തായി പോകും? 0 ആയി പോകും. കാരണം ഓൾറെഡി അത് 0 ആയതുകൊണ്ട്. അപ്പം m² + 4 എന്ത് കിട്ടി? 0 കിട്ടി. ഇനി നമുക്ക് m² = എന്ത് വരും? -4. m² = 2 - 4 വരും. കാരണം എന്താ? നമ്മളെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഓൾറെഡി ഒരു
ഓൾറെഡി ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, അതായത് ഇവിടെ m⁴ ആയിരുന്നു അല്ലേ. അപ്പം രണ്ട് -4 വരും. ഇനി m² = -4 ആണെങ്കിൽ m = എന്താ വരിക? +or- അതായത് സ്ക്വയർ പോക്കുമ്പം ഒരു +or- ഒരു റൂട്ടും അങ്ങ് ഇട്ട് കൊടുക്കുക അല്ലേ. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? +or- മൈനസിന് പകരം എന്താക്കി കൊടുക്കുക? I ആക്കി കൊടുക്കുക. അപ്പോൾ എന്ത് വരും? +or- 2y എന്ന് വരും. അതേപോലെ തന്നെ ഇതിൻ്റെതും എന്ത് തന്നെ വരും? +or- 2y. കാരണം ഇവിടെ 4 പവർ വന്നത്, അപ്പോൾ ഇതിന് 4 റൂട്ട്സ് ഉണ്ടാകും. ഇതെന്താണ്? 2y-ഉം -2y-ഉം. ഇതെന്താണ്? 2y-ഉം -2y-ഉം. അപ്പോൾ ഇതിന് 4 റൂട്ട്സ് വന്നില്ലേ? ഇനി നിങ്ങൾ നോക്ക്, 2 റൂട്ട്സ് ഇവിടെ ഈക്വലാണ് അല്ലേ. 2 റൂട്ട്സ് വീതം ഇവിടെ എന്താണ്? ഈക്വലും ആണ്. അതേപോലെ തന്നെ എന്താണ്? കോംപ്ലക്സ് ആണ് അല്ലേ. റൂട്ട്സ് എന്താണ്? കോംപ്ലക്സ് ആണ്. അപ്പോൾ നമ്മളൊരു കേസ് പഠിച്ചിട്ടുണ്ട്. കേസ് 3-ൽ നമ്മളിവിടെ പഠിച്ചതാ, കോംപ്ലക്സിൽ ഈക്വൽ റൂട്ട്സ് വന്നാൽ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ ഇതായിരിക്കും വരിക. അപ്പോൾ ആ ഇക്വേഷൻ അവിടെ എഴുതി കൊടുക്കുക. എന്താണ്? y = e⁴ × c1 + c2x × cos βx + c3 + c4x × sin βx. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ടാണ്. നമുക്കറിയാം ആൽഫ + iβ എന്നാണ് ഇതിൻ്റെ ഫോർമാറ്റ് വരിക. നമുക്കിവിടെ എന്തോ ഉള്ളൂ? 2y മാത്രമേ ഉള്ളൂ. അതായത് ഇത് മാത്രമേ ഉള്ളൂ. ഈ പാർട്ട് ഉണ്ടോ? ഇല്ല. അപ്പം അതിന് പകരം എന്താണ് അവിടെ? 0. അവിടെ 0 ആയതുകൊണ്ടാണ് അതില്ലാത്തത്. അപ്പം ആൽഫ എന്താണ്? 0. അപ്പോൾ e⁴ × x, അതായത് 0 × x e⁴. c1 + c2x × cos β എന്താ വരിക? 2 അല്ലേ. അപ്പം cos 2x + c3 + c4x × sin 2x. e⁻0 എന്തായിപ്പോയി? 1 ആയിപ്പോയി. അപ്പോൾ c1 + c2x × cos 2x + c3 + c4x × sin 2x എന്ന് കിട്ടും.